മെഗാ ബൈബിൾ ക്വിസ് 2026 എപ്പിസോഡ് 79 ആൻസർ റിവീലിംഗ് വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്നലെ 5 ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ബൈബിൾ പോർഷൻ ഒരിക്കൽ കൂടെ പറയുന്നു. 1 രാജാക്കന്മാർ 22, 2 രാജാക്കന്മാർ 1 മുതൽ 3 വരെ, യോഹന്നാൻ 11-ാം അധ്യായം. ഇതായിരുന്നു പോർഷൻസ്. ആൻസേഴ്സ് റിവീൽ ചെയ്യാണ് ആദ്യം ചോദ്യം പറയുന്നു കേട്ടോ. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതായിരുന്നു, ഒരു പട്ടണ അധിപതിയുടെ പേരെന്ത്? ഇതായിരുന്നു ആദ്യത്തെ ചോദ്യം. ഉത്തരം ആമോൻ എന്നുള്ളതാണ്. 1 രാജാക്കന്മാർ 22-ന്റെ 26-ലാണ് ഈ ഉത്തരം നമുക്ക് കാണാൻ പറ്റുന്നത് കേട്ടോ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, പാഠഭാഗത്തുള്ള ഒരു ഇസ്രായേൽ രാജാവിന്റെ മകന്റെ പേരും ഒരു യഹൂദ രാജാവിന്റെ മകന്റെ പേരും ഒരുപോലെയാണ്. പേരെന്ത്? രാജാക്കന്മാർ ആരൊക്കെ? ഇതായിരുന്നു ചോദ്യം. ഉത്തരം പേര് യഹോരാം. ഓക്കെ. ഇസ്രായേൽ രാജാവ് ആഹാബ്, യഹൂദ രാജാവ് യഹോഷാഫാത്ത്. 1 രാജാക്കന്മാർ 22-ന്റെ 41, 2 രാജാക്കന്മാർ 3-ന്റെ 1, 2 രാജാക്കന്മാർ 1-ന്റെ 17, 1 രാജാക്കന്മാർ 22-ന്റെ 50. ഇതൊക്കെയാണ് റെഫറൻസ്. ഓക്കെ. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതായിരുന്നു, 2 സ്ത്രീകൾ യേശുവിനോട് പറഞ്ഞ സമാന വാചകം എന്ത്? സ്ത്രീകൾ ആരൊക്കെ? ഇതായിരുന്നു ക്വസ്റ്റ്യൻ. ഉത്തരം ഇതാണ്, കർത്താവെ, നീ ഇവിടെ ഉണ്ടായിരുന്നു എങ്കിൽ എന്റെ സഹോദരൻ മരിക്കയില്ലായിരുന്നു. സ്ത്രീകൾ മാർത്ത, മറിയ. യോഹന്നാൻ 11-ന്റെ 21, 32 വാക്യങ്ങളിലാണ് ഈ ഉത്തരം നമുക്ക് കാണാൻ പറ്റുന്നത്. നാലാമത്തെ ക്വസ്റ്റ്യൻ ഇതായിരുന്നു, മഹാപുരോഹിതനും പ്രവാചകനുമായ വ്യക്തി ആര്? ഉത്തരം കയ്യഫാവാണ്. യോഹന്നാൻ 11-ന്റെ 49, 51 വാക്യങ്ങളിലാണ് ഈ ഉത്തരം നമുക്ക് കാണാൻ പറ്റുന്നത്. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ, എലീശയുടെ പക്കൽ എന്തുണ്ടെന്ന് യഹോഷാഫാത്ത് പറഞ്ഞു? ഇതായിരുന്നു ചോദ്യം. ഉത്തരം യഹോവയുടെ അരുളപ്പാട്. ഇതാണ് ഉത്തരം കേട്ടോ. 2 രാജാക്കന്മാർ 3-ന്റെ 12-ലാണ് ഈ ഉത്തരം നമുക്ക് കാണാൻ പറ്റുന്നത്. ഓക്കെ. ആർക്കും കൺഫ്യൂഷൻ ഇല്ല എന്ന് കരുതുന്നു. എല്ലാവർക്കും ശരിയായിട്ടുള്ള ഉത്തരം കിട്ടിയിട്ടുണ്ടാവുമെന്നും കരുതുന്നു. അടുത്ത ബൈബിൾ പോർഷൻ പറയുന്നു, 2 രാജാക്കന്മാർ 4 മുതൽ 7 വരെ, യോഹന്നാൻ 12-ാം അധ്യായത്തിൽ നിന്നുമായിരിക്കും അടുത്ത സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവുക. എല്ലാവരും വായിച്ച് തയ്യാറായിട്ടിരുന്നോളൂ. നമുക്ക് അടുത്ത എപ്പിസോഡിൽ ക്വസ്റ്റ്യൻസുമായിട്ട് വീണ്ടും കാണാം. Till then, it's me, Angel, signing off. Bye and take care.